മറ്റൊരു തിരുമൊഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. അദ്ദേഹം പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ അള്ളാഹു പറയുന്നത്? എന്താ റസൂലുള്ള പറഞ്ഞത്? ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു തബാറക വ തആല പറഞ്ഞു. അപ്പോൾ ഇതും ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയാണ്, അത് റസൂലുള്ള ഉദ്ധരിക്കണം. എന്താ അള്ളാഹു പറയുന്നത്? അനല്ലാഹ് വ അനർ റഹ്മാൻ, ഞാനാകുന്നു അള്ളാഹു, ഞാനാകുന്നു അർ റഹ്മാൻ. ഖലഖ്തുർ റഹിമ, ഞാൻ രക്തബന്ധം പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. വശഖഖ്തു ലഹാ മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്ന് ഞാൻ രക്തബന്ധത്തിന് പേര് സ്വീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കുലിദുള്ള അവിദുർ റഹ്മാൻ, അള്ളാഹ് എന്ന് വിളിച്ചാലും അർ റഹ്മാൻ എന്ന് വിളിച്ചാലും അള്ളാഹ്ക്കാണ് ഉത്തമ നാമം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അർ റഹ്മാൻ എന്നുള്ള അള്ളാഹിൻ്റെ പേരാണ്. ഈ റഹ്മാൻ എന്ന പേരിൽ നിന്നാണ് അള്ളാഹു റഹീം എന്നതിനെ സ്വീകരിച്ചത്. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? റഹീം എന്ന് പറഞ്ഞാൽ രക്തബന്ധമാണ്, ചോരബന്ധമാണ്, കുടുംബബന്ധമാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, എൻ്റെ പേരിൽ നിന്നാകുന്നു ഞാൻ റഹീം, രക്തബന്ധം എന്നർത്ഥം വരുന്ന റഹീം എന്ന പേര് തിരഞ്ഞെടുത്തത്, സ്വീകരിച്ചത്. ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു. എന്താ? ആരാണോ രക്തബന്ധം ചേർത്തുന്നത് അവനോട് ഞാൻ ബന്ധം ചേർത്തും, ആരാണോ രക്തബന്ധം മുറിക്കുന്നത് അവനോട് ഞാൻ ബന്ധം മുറിക്കും എന്നാണ് ഈ ഹദീസുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണിത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാഥാർത്ഥ്യം പറയാണ്. അതെന്താ? കുടുംബബന്ധം ചേർത്തണം എന്ന് പറയണം. വാപ്പാരോട് ഉമ്മാരോട് തെറ്റിക്കാൻ പാടില്ല, സഹോദരങ്ങളോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, മക്കളോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, സഹോദരിമാരോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ കുടുംബബന്ധത്തിൽ, രക്തബന്ധത്തിൽ ബന്ധം വിളക്കപ്പെട്ട, പടച്ചവൻ ബന്ധം വിളക്കിയ ചോരകളോട് നമ്മൾ പിണങ്ങി തെറ്റി കഴിയാൻ പാടുള്ളതല്ല എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പിണങ്ങി നിന്നാൽ, തെറ്റി നിന്നാൽ, അത് ബന്ധം അടുക്കുന്നതിനനുസരിച്ച് ബന്ധം മുറിച്ചാൽ അതിൻ്റെ കുറ്റവും ഉണ്ടായിരിക്കും. മാതാപിതാക്കളോട് ബന്ധം മുറിച്ചാൽ മുസീബത്താണ്, മക്കളോട് ബന്ധം മുറിച്ചാൽ മുസീബത്താണ്, സഹോദര സഹോദരിമാരോട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുസീബത്താണ്. കാരണം എന്താ? അതൊക്കെ ചോര, അടുത്ത ചോരയാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, റഹീമിന് എൻ്റെ പേരിൽ നിന്നാണ് ഞാൻ പേര് സ്വീകരിച്ചത്. റഹ്മാൻ റഹീം എന്നതിൽ നിന്നാണ് റഹീം എന്ന പേരെടുത്തത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, രക്തബന്ധം ചേർത്താൽ ഞാൻ ആ ചേർത്ത മനുഷ്യനോട് ബന്ധം ചേർത്തു, രക്തബന്ധം മുറിച്ചവനോടോ ഞാൻ ബന്ധം മുറിക്കും. അള്ളാഹു ബന്ധം മുറിച്ചാൽ പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? നൂല് പൊട്ടിയ പട്ടം പോലെ ഗതിയില്ല പ്രേതായിരിക്കും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അള്ളാഹു അതെങ്ങനെ പറയുന്നത്? അനല്ലാഹ് അനർ റഹ്മാൻ, ഞാനാകുന്നു അള്ളാഹു, ഞാനാകുന്നു അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം നമ്മളെ തെര്യപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത്, ഈ തിരുമൊഴികളൊക്കെ അറിയിക്കുന്നത് എന്താണ്? അള്ളാഹ് എന്ന പേരിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യവും അതിനുള്ള സ്ഥാനവുമാണ്. കാരണം അള്ളാഹു അത് വിളിച്ച് പറയാണ്. എന്നിട്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉണർത്തുകയും അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ തേട്ടങ്ങൾ, അതിൻ്റേതായ ആശയങ്ങൾ, സവിശേഷതകൾ, പ്രത്യേകതകൾ ഉണ്ട്. അതിൽ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും മഹനീയമായ അള്ളാഹുവിൻ്റെ നാമം അള്ളാഹ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്.